നമസ്കാരം. നിളയോർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ തുടങ്ങി പ്രവേശനോത്സവത്തോടെയായിരുന്നു ക്ലാസുകൾ ആരംഭിച്ചത്. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. സംസ്ഥാനത്ത് +1 ക്ലാസുകൾക്ക് തുടക്കമായി. വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവത്തോടെയാണ് +1 വിദ്യാർത്ഥികളെ വരവേറ്റത്. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ താളമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു നവാഗതരെ സ്കൂളിലേക്ക് വരവേറ്റത്. തുടർന്ന് നടന്ന പ്രവേശനോത്സവം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്ത വീടുകളിലില്ലാത്ത ആരും തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല, വളരെ റയറായിട്ട് ആരെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു നോട്ട് എഴുതാൻ പോലും ഇന്ന് വേണ്ട, ഇന്ന് പലതും വേണ്ട. അപ്പൊ ഞാനൊക്കെ വാർത്തകൾ എഴുതി കൊടുക്കുന്നത് ഞാൻ മറ്റൊക്കെ എഴുതിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാറാണ്. അപ്പോ നമ്മള് ChatGPT-യോടോ അല്ലെങ്കിൽ ജിമിനിയിലോ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, അപ്പൊ തന്നെ അതിന്റെ ഫുൾ വിവരണം വരും. അപ്പൊ ഇന്ന് അതിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അത്ര സാങ്കേതിക വിദ്യ വലിയ വളർച്ച വളർന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ അതിനിടക്ക് നമ്മുടെ കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്നുള്ള നിലക്ക് നമ്മുടെ ഈ നാട്ടുപുറത്തെ പല വിഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളായിരിക്കും ഓരോരുത്തരും. അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ടോ. ഇത് തിന്നരുത്, അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത്, ഇന്നത് കാണരുത്, ഇന്നത് തുടരുത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ കൂടുതൽ പഠിപ്പിച്ചു വരിക. നമ്മുടെ അക്കാദമിക നിലവാരത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴാണ് നിങ്ങൾ അതിലേക്ക് കടക്കുക. 10ാം ക്ലാസ് വരെ നിങ്ങൾ എല്ലാ വിഷയവും പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുത്ത വിഷയം പഠിക്കുന്നുണ്ടോ അല്ലെ? സയൻസ് എടുത്തവരുണ്ടാവും, അതുപോലെ തന്നെ മറ്റു ഗ്രൂപ്പുകൾ, കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തവരുണ്ടാവും, ഹ്യൂമാനിറ്റീസ് എടുത്തവരുണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ എടുത്തായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഇനി നിങ്ങളൊരു കരിയർ ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുക. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തളം അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ VN പ്രസാദ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ, പ്രധാനാധ്യാപക ഇൻചാർജ് ബിനു, വല്ലപ്പുഴ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന, MPTA പ്രസിഡന്റ് സൈനബ, PTA വൈസ് പ്രസിഡന്റ് NK റാസി, PTA എക്സിക്യൂട്ടീവ് അംഗം അഷ്റഫ് അലി, റഫീഖ്, റസാഖ്, കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചീഫ് മാനേജർ A രാമദാസ്, മാർക്കറ്റിംഗ് മാനേജർ ജനാർദ്ദനൻ, രാജേഷ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൂടെയുണ്ട് കരുത്തേകാൻ എഫക്റ്റീവ് പാരന്റിംഗ് ക്ലാസും ഉണ്ടായി. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടാനാം കുറിശ്ശിയിൽ ലോറി മറിഞ്ഞ അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്താണ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർക്ക് നിസാര പരിക്ക് പറ്റി. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കുളപ്പുള്ളി ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വളം കയറ്റി വരികയായിരുന്നു ലോറി. ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ താൽക്കാലികമായി ഉണ്ടാക്കിയ സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെയാണ് ലോറി മറിഞ്ഞത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നുണ്ട്. ഏറെ സാഹസികമായ യാത്രയാണ് ഇതിലൂടെ വാഹനയാത്രക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി താലൂക്ക് വിശ്രമതി യോഗത്തിലടക്കം ഇവിടുത്തെ റോഡ് തകർച്ചക്കെതിരെ വലിയ പരാതി ഉയർന്നിരുന്നു.
സർക്കാർ പ്രഖ്യാപിച്ച തോന്നൂക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണി വരെയുള്ള 29.5 കിലോമീറ്റർ സൌരവേലി നിർമ്മാണം ഇഴയുന്നതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ജനപ്രതിനിധികളായ എംപിയും എംഎൽഎയുമാണെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ആരോപിച്ചു. പാർട്ടി പഴയ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനു മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുതിരാൻ മേഖലയിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും ആവശ്യം ഉയർന്നു. വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി കെ ഷെഫൂറ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം സി വി ഷാജി, മൊയ്തീൻകുട്ടി, ട്രഷറർ പി എ മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. പീച്ചി റിസർവിൽ നിന്നാണ് ആന ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്, അത് ആർക്കും തർക്കമില്ല. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക ദൗത്യം അരിക്കൊമ്പനൊക്കെ പിടിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ദൗത്യ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആനകളെ പീച്ചി റിസർവിന്റെ ഉൾവനത്തിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടി ഒരു ദൗത്യ സംഘം രൂപീകരിച്ച് ഈ ആനകളെ അവരെവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ കടത്തിവിട്ട് കുതിരാൻ തുരങ്കത്തിന് മുകളിൽ ശക്തമായ ഒരു സോളാർ ഫെൻസിംഗ് സംവിധാനം ഉടൻ സ്ഥാപിച്ച് ഇതിനൊരു പരിഹാരം കാണണം. പട്ടാമ്പിയിൽ ലോഡ്ജിലെ കൂറ്റനാട് സ്വദേശിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടലിൽ വീട്ടിൽ വേണുഗോപാലാണ് മരിച്ചത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പിയിലെ സ്വകാര്യ ലോഡ്ജിലാണ് കൂറ്റനാട് സ്വദേശി കൊടലിൽ വീട്ടിൽ വേണുഗോപാലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. ജൂൺ 15-ാം തീയതിയാണ് കൂറ്റനാട് സ്വദേശി 58-കാരനായ വേണുഗോപാൽ പട്ടാമ്പി റെയിൽവേ കമാൻഡ് സമീപത്തുള്ള ലോഡ്ജിൽ മുറിയെടുത്തത്. എന്നും വൈകുന്നേരം ജീവനക്കാർ വാടക വാങ്ങുന്നതാണ് ഇവിടത്തെ രീതി. തിങ്കളാഴ്ച വൈകുന്നേരം വാടക വാങ്ങുവാൻ റൂമിലെത്തിയപ്പോഴാണ് റൂം അടഞ്ഞു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയാണ് വേണുഗോപാലിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പട്ടാമ്പി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം വാടക നൽകിയ ശേഷം ആത്മഹത്യ ചെയ്തതാവാമെന്നാണ് നിഗമനം. മറ്റു കാര്യങ്ങൾ വ്യക്തമല്ല. പച്ചപ്പട്ടണിഞ്ഞ വയലേലകൾ അതിരിടുന്ന കൂറ്റനാട്ടെ നീല ജലാശയം പാപ്പിക്കുളം നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങി. ഹൃദയത്തിൽ പച്ചപ്പ് നിറയ്ക്കുന്ന പാപ്പിക്കുളത്തിന്റെ ആകാശ കാഴ്ചകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. തൃത്താലയുടെ പ്രകൃതി ഭംഗിയുടെ മുഖമുദ്രയായി മാറുകയാണ് കൂറ്റനാട്ടെ പാപ്പിക്കുളം. ഒരു വശത്ത് ഇടതൂർന്ന വൃക്ഷലതാദികൾ, മറുവശത്ത് കണ്ണത്താ ദൂരത്തോളം പച്ചപ്പട്ടണിഞ്ഞ് നെൽപ്പാടങ്ങൾ. ഇവയ്ക്കിടയിൽ കണ്ണിനെ കുളിർമയേകി പാപ്പിക്കുളവും. നാഗലശ്ശേരി പഞ്ചായത്തിലെ 1-ാം വാർഡായ ആമക്കാവ് പാടശേഖരത്തിലാണ് പാപ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത്. നാശോന്മുഖമായി കിടന്നിരുന്ന ഈ കുളം ഈയടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിച്ചത്. സൂക്ഷ്മനീർത്തട വികസനത്തിനായി സംസ്ഥാന ബജറ്റിൽ ലഭ്യമാക്കിയ 2 കോടിയിൽ നിന്നും 24 ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു കുളത്തിന്റെ നവീകരണം. തൃത്താലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി എം പി രാജേഷ് നടപ്പിലാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം പൂർത്തിയാക്കിയത്. സുരക്ഷാഭിത്തികൾ പൂർണ്ണമായും തകർന്നും റോഡിൽ നിന്നും മണ്ണും ചെളിയുമെല്ലാം എത്തി അടിഞ്ഞുകൂടി നശിച്ച നിലയിലായിരുന്നു കുളം. നവീകരണത്തിന്റെ ഭാഗമായി മണ്ണും ചെളിയും പൂർണ്ണമായും നീക്കം ചെയ്തു. ഇതോടെ കുളത്തിന്റെ ജലസംഭരണശേഷി 10 ലക്ഷം ലിറ്ററിൽ നിന്നും 21 ലക്ഷം ലിറ്ററായി ഉയർന്നു. കുളത്തിന് സംരക്ഷണ ഭിത്തികളും നിർമ്മിച്ചു. കുളത്തിലിറങ്ങാൻ പടവുകളും മലിനജലം ഒഴുകിയെത്തുന്നത് തടയാനും സുരക്ഷയ്ക്കുമായും കുളത്തിന് ചുറ്റുമതിലും നിർമ്മിച്ചു. മഴക്കാലങ്ങളിൽ അധിക ജലം ഒഴുകിപ്പോകാൻ ഔട്ട്ലെറ്റ് പൈപ്പുകളും സ്ഥാപിച്ചു. ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ് നവീകരണ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിച്ചു. നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും +1 പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ സി റാസി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൌൺസിലർമാരായ ആനന്ദവല്ലി, സി സംഗീത, സ്കൂൾ പ്രിൻസിപ്പൽ വിജയകുമാർ, PTA വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ്, SMC ചെയർമാൻ ഷാനവാസ്, MPTA പ്രസിഡന്റ് ബിനി, അധ്യാപിക പ്രിയ, കെ ഹക്കീം, BK സൈനുദ്ദീൻ, സലീന, രഞ്ജിനി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. രക്ഷിതാക്കളെയും നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു, രക്ഷിതാക്കളും നിങ്ങളെ അറിയേണ്ടിയിരിക്കുന്നു. X ജനറേഷൻ, Y ജനറേഷൻ, ആൽഫ ജനറേഷൻ, ബീറ്റ ജനറേഷൻ, നിങ്ങളെല്ലാം ആൽഫ ജനറേഷനിലെ കുട്ടികളാണ്, ഹൈടെക് കുട്ടികളാണ്. നിങ്ങളുടെ ചിന്തകളും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി വരും തലമുറകളും അങ്ങനെ തന്നെയാണ്. AI കാലഘട്ടത്തിലൂടെ പോവുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സ്കൂളിൻ്റെ
അച്ചടക്കം പാലിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. നമുക്കറിയാം, എല്ലാ ക്യാമ്പസുകളിലും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ലഹരിയുടെ ഉപയോഗവും റാഗിങ്ങും. അതിലൊന്നും ചെന്ന് പെടരുത്, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും. രണ്ടാമത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മൊബൈൽ ഫോൺ. എല്ലാ ക്യാമ്പസുകളിലും പോലെ തന്നെ ഇവിടെയും മൊബൈൽ ഫോണ് ബാൻഡാണ്, കൊണ്ടുവരരുത്. കൊണ്ടുവന്ന് പിടിച്ചു കഴിഞ്ഞാൽ PTA ഏൽപ്പിക്കും, അത് ലേലം വെച്ച് അതിൻ്റെ ഫണ്ട് PTA തന്നെ എടുക്കും. അതിനിപ്പോൾ എത്ര വലിയ വില കൂടിയ ഫോണാണെങ്കിലും. ഓർക്കുക, മൊബൈൽ ഫോണ് ബാൻഡാണ്, ക്യാമ്പസിൽ അത് കൊണ്ടുവരരുത്. കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. കുമ്പിടി തോട്ടഴിയത്ത് 11 അടി നീളമുള്ള ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്ക് യാത്രക്കാരാണ് റോഡ് മുറിച്ചു കടക്കുന്ന പെരുമ്പാമ്പിനെ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ കീഴിലുള്ള സ്നേക് റെസ്ക്യൂ വിദഗ്ധൻ മനോജ് കുമ്പിടി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.